ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ അരി ഉഴുന്ന് ഒന്നും ചേർക്കാണ്ട് സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റിൽ ദോശയാണ് നമ്മൾ റെഡിയാക്കാൻ പോണത്. 3/4 കപ്പ് ചെറുപയർപ്പരിപ്പ് എടുത്ത് 2-3 പ്രാവശ്യം കഴുകി 1 മണിക്കൂർ കുതിർത്തി വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് അരച്ചെടുക്കാം. പരിപ്പിന്റെ കൂടെ 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറേശ്ശെ വെള്ളം ചേർത്ത് ദോശമാവിന്റെ പാകത്തിന് നമുക്ക് അരച്ചെടുക്കാം. പരിപ്പൊന്ന് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ദോശ നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാം. അരച്ച മിക്സ് ഒരു പാത്രത്തിലേക്ക് ചേർക്കുന്നുണ്ട്. ജാറ് കഴുകി കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് 1 മണിക്കൂർ നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഈ മാവ് പുളിച്ച് പൊന്തൊന്നുമില്ല. റെസ്റ്റ് ആവാൻ വെച്ച് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പരിപ്പിൻ്റെ ഒരു പച്ച സ്വാദ് വരില്ല. അപ്പം തന്നെ നിങ്ങൾ ബേക്കിംഗ് സോഡ ഇട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പരിപ്പിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ച് ചെയ്തോളൂ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കറക്റ്റ് ആണോ നോക്കിക്കോളൂ. ഇനി നമുക്ക് മാവിലൊന്നും ചെയ്യണ്ട. റെസ്റ്റ് ചെയ്യാൻ വെക്കണ മുമ്പേ ഉപ്പും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ദോശയ്ക്കുള്ള ചമ്മന്തി റെഡിയാക്കിയിട്ട് നമുക്ക് ദോശ റെഡിയാക്കാം. പാനിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 3 ചുവന്ന മുളക്, 4-5 വെളുത്തുള്ളി, കുറച്ച് വേപ്പില ഒന്ന് വാട്ടിയെടുക്കാം. ഇത് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി എണ്ണയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് 10-15 ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം പുളി ഒന്ന് വാട്ടിയെടുക്കാം. നിങ്ങൾ എന്തോരാണോ ചമ്മന്തി ഉണ്ടാക്കുന്നത് അതനുസരിച്ച് പുളി എടുത്തോളൂ കേട്ടോ. ഉള്ളി വാടി കിട്ടി. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മുളക്, വെളുത്തുള്ളി, കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്തതിലേക്ക് നമ്മൾ വാട്ടി വെച്ചേക്കുന്ന ഉള്ളിയും പുളിയും ചേർക്കുന്നുണ്ട്. ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ദോശയ്ക്ക് പുളിയുള്ള ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുപോലെ സാമ്പാർ. പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇടാൻ പോണത്. 1/4 ടീസ്പൂൺ അത്ര മതി. ഇട്ട വഴിക്ക് ഫ്ലെയിം ഓഫ് ആക്കിക്കോളൂ. ഇനി നമുക്ക് ചമ്മന്തിയിലേക്ക് ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാളികേരം ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റുള്ള ചമ്മന്തി റെഡിയായി. ഇനി നമുക്ക് ദോശ റെഡിയാക്കാം. മാവ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്യാം. നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, ഇഷ്ടമുള്ളവർക്ക്. നമുക്ക് ദോശ മറിച്ചിടാം. അരി, ഉഴുന്ന്, ഉലുവ ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ല ക്രിസ്പിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ദോശ. ഈ ദോശ കട്ടുദോശ പോലെ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാക്കണം. ഒരു ദോശ റെഡിയായി. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ദോശ റെഡിയാക്കാൻ പറ്റും. അരി, ഉഴുന്ന്, ഉലുവ, ബേക്കിംഗ് സോഡ, ചോറ്, അങ്ങനെ ഒരു ഐറ്റം ഇല്ലാണ്ടാണ് നമ്മളിന്ന് ഇത്ര ക്രിസ്പി ആയിട്ട് ദോശ ഉണ്ടാക്കിയേക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.